കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരി അകമല കുഴിയോട് സർവനാശം വരുത്തി കാട്ടാനകൾ. നെല്ല്, കവുങ്ങ്, തെങ്ങ്, പന ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. നാടുവിടാനൊരുങ്ങി കർഷകർ. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിൽ വലഞ്ഞ് കർഷകർ. വടക്കാഞ്ചേരി അകമല കുഴിയോട് മേഖലയിലാണ് വ്യാപകമായി കൃഷിനാശം വരുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ കാട്ടാന കതിരിട്ട നെല്ലും കവുങ്ങും തെങ്ങും വാഴയും പനയും ഉൾപ്പെടെ നിരവധി കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. കുഴിയോട് വെള്ളാങ്കണ്ടത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിൽ കായിട്ടു തുടങ്ങിയ കവുങ്ങുകൾ ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു. ഇന്നലെ മാത്രം 15ഓളം കവുങ്ങുകളാണ് കുത്തിമറിച്ച് നശിപ്പിച്ചത്. വാഴകളും തെങ്ങും മറ്റ് ഫലവൃക്ഷങ്ങളും നിരന്തരം കാട്ടാന ആക്രമണത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയതായി നട്ടുപിടിപ്പിച്ച റബ്ബർ തൈകൾ കൂട്ടമായി എത്തുന്ന മാനുകളും നശിപ്പിച്ചു. 3000ഓളം റബ്ബർ തൈകൾ നട്ടതിൽ പകുതിയും ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടതായി തോട്ടം നടത്തിപ്പുകാരൻ ഷാജഹാൻ പറയുന്നു. കഷ്ടപ്പോൾ മെയിനായിട്ട് ഇറങ്ങണമെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ചായി, ഒരാഴ്ചയിൽ മേലെയായി. തെങ്ങ് കവുങ്ങൾ കുറേ പോയി. ഇന്ന് തന്നെ ഒരു 10 കവുങ്ങ്, മിഞ്ഞാന്ന് ഒരു 15 കവുങ്ങ് മിഞ്ഞാന്ന് പോയി. പിന്നെ ഇതൊക്കെയാണ് കേസ്. പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഹിന്ദിക്കാർ പോയവരും പോണ പണിക്കാർ 10-15 ആളുണ്ടായിരുന്നു. പോയവരൊക്കെ പോയി ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ 2 ആളുള്ളൂ. കാട് വെട്ടാൻ വേണ്ടി പുല്ല് വെട്ടാനുള്ള കാട് വെട്ടാൻ വന്നിട്ടുള്ള ആൾക്കാരും ഇന്ന് 2 ദിവസം ആന കണ്ടിട്ട് ഇന്നലത്തെ വൈകുന്നേരത്തുള്ള അംഗം കണ്ടിട്ട് അവരിന്ന് പോവുക. അന്നത്തെ പണി അവരും പോവുക. പാലക്കാട്ടുകാരാ, അവരും പോയി. പുല്ല് വെട്ടാൻ ആളെ കിട്ടാനില്ല. പണിക്കാരനാണ് ഹിന്ദിക്കാർ, പണിക്കാരും വരാനില്ല. ഇപ്പോൾ 2 ആളെ വെച്ചിട്ട് 10-15 ആളുണ്ടായിരുന്നു. വെറും 2 ആളെ വെച്ചിട്ടാണ് കൊന്നത്. ആനയെ പഠിച്ചിട്ട് ഈ കവുങ്ങൊക്കെ കായ്ക്കണ കവുങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് വല്ല മൂത്ത് വല്ലതും കിട്ടിയാലും നമുക്ക് വല്ല അതെങ്കിൽ അതുള്ളൂ, ബാക്കിയൊന്നുമില്ല. വാഴയില്ല, തെങ്ങ് മറിച്ചിട്ടൊന്നുമില്ല. ഇപ്പം മറിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ തെങ്ങ് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. അത് മുമ്പ് കുറച്ച് നേരം അളവെടുത്ത് പോയിട്ടുണ്ട്. ഇപ്പം അതിലും കൂടുതലായി. കുറച്ച് നേരം വന്നിട്ട് മാർക്ക് ചെയ്താൽ പോയതാണ്. പക്ഷേ പണ്ട് കാര്യമില്ല, അപ്പം അതിലും കൂടുതലായി. ചുരുങ്ങി 10,000-3000 റബ്ബർ വെച്ചത് 1500 അങ്ങനെ ഉണ്ടാവും. കിട്ടിയാൽ കിട്ടും. അതിന് പോയാലും മട്ടി തൈൻ്റെ തൊലി ചീന്തി പോവാണ്. ആന പിന്നെ മാനെന്ന് പറഞ്ഞാൽ തൊലി പൊളിച്ച് അവൻ തിന്നണം. ആനയാണെങ്കിൽ കവുങ്ങും തെങ്ങും മറിച്ചിട്ട് ഒക്കെ തിന്നു വാഴയൊക്കെ. വേനൽക്കാലത്ത് കാർഷിക വിളകൾ നനച്ച് സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച ജലവിതരണ സംവിധാനങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഗോവിന്ദൻകുട്ടിക്ക് മാത്രമുണ്ടായ നഷ്ടം ഞെട്ടിപ്പിക്കുന്നതാണ്. നിലവിൽ സോളാർ ഫെൻസിംഗ് സംവിധാനത്തിലെ അപാകതകളാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് കയറുന്നതിന് കാരണമെന്നാണ് കർഷകർ പറയുന്നത്. മേഖലയിൽ പാടശേഖരങ്ങളിലും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കതിരിട്ട നെൽകൃഷി ചവിട്ടിയും വലിച്ചുവാരി തിന്നും കനത്ത നാശമാണ് കർഷകർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മുൻപുണ്ടായ നാശനഷ്ടമോർത്ത് ഇത്തവണ കൃഷി ഇറക്കാൻ പോലും തയ്യാറാകാതെ ഏക്കർ കണക്കിന് സ്ഥലം തരിച്ചിട്ടിരിക്കുകയാണ് കർഷകർ. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി നിർത്തി മറ്റു മാർഗങ്ങൾ തേടുവാൻ ഒരുങ്ങുകയാണ് മേഖലയിലെ കർഷകർ.